അപ്പോൾ നമ്മുടെ മെയിൽ കാരിയർ നമ്മുടെ പോസ്റ്റ്മാൻ എന്താണ് ചോദിച്ചത്? ആർ യു ലോസ്റ്റ് യുവർ വേ? നീ വഴിതെറ്റി വന്നതാണോ ഇവിടെ? അപ്പോൾ കുട്ടി എന്ത് മറുപടി പറഞ്ഞു? ഓ നോ, ദി ലിറ്റിൽ ബോയ് റിപ്ലൈഡ്, ഐ ലീവ് അറ്റ് ഐവി റോക്ക് ലൈൻ, ബ്രിഡ്ജ്വാട്ടർ, ന്യൂ ജേഴ്സി. ഞാൻ ഇവിടെ താമസിക്കുന്നത്. എവിടെയാ? ഐവി റോക്ക് ലൈനിലെ ബ്രിഡ്ജ് വാട്ടറിനുള്ള ന്യൂ ജേഴ്സി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അങ്ങനെ വഴിതെറ്റി വന്നതല്ല. ഓ ദാറ്റ്സ് റൈറ്റ്, അറൗണ്ട് ദ കോർണർ, ദി മെയിൽ കാരിയർ സെഡ്, നോ യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പോൾ ന്യൂ ജേഴ്സി എന്ന് പറയുന്ന ഐവി ബ്രിഡ്ജ് വാട്ടർ എന്ന് പറയുന്ന ഇതിന്റെ അപ്പുറം തന്നല്ലോ, ആ മൂലയ്ക്ക് തന്നല്ലോ. അപ്പോൾ നീ വഴിതെറ്റി വന്നതല്ല, നിനക്ക് വഴിയൊന്നും തെറ്റിയില്ല. The little boy asked, little boy ചോദിച്ചു, do you know where everyone lives around here? I am looking for a special house. അല്ലയോ പോസ്റ്റ്മാൻ, താങ്കൾക്ക് ഈ ലെറ്ററൊക്കെ എല്ലാ വീടാന്തരം കൊണ്ട് കൊടുക്കുന്ന വ്യക്തിയില്ലേ താങ്കൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും ഇവിടുത്തെ ഓരോ വീടുകളും, ഇവിടെ ചുറ്റുപാടുമുള്ള വീടുകളെല്ലാം തന്നെ താങ്കൾക്ക് സുപരിചിതമാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഒരു വീട് പറഞ്ഞു തരുമോ? ഞാൻ ഒരു സ്പെഷ്യൽ വീട് തിരക്കി ഇറങ്ങിയതാണ്. ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ്. ദി മെയിൽ കാരിയർ സെഡ് പ്രൗഡ്ലി. വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ പോസ്റ്റ്മാൻ പറഞ്ഞു, എന്താണ്? ഓഫ് കോഴ്സ് ഐ ഡു. ഞാൻ നിനക്ക് തീർച്ചയായും പറഞ്ഞു തരാം മൈ ലിറ്റിൽ ബോയ്. ദാറ്റ്സ് മൈ ജോബ്. അതെൻ്റെ ജോലി കൂടിയല്ലേ, എൻ്റെ ജോലിയുടെ ഭാഗമാണ്. എനിക്ക് എല്ലാ വീടുകളും അറിയേണ്ടത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ്. What house do you want to find? ഏത് വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടത്? പറഞ്ഞോളൂ. The little boy said, my mother sent me to find a little round red house with no windows, no doors, a chimney on the top and a star in the middle. എൻ്റെ അമ്മ എന്നെ പറഞ്ഞയച്ചത് ഇങ്ങനെയുള്ള ഒരു വീട് കണ്ടെത്താനാണ്. എങ്ങനെയുള്ള ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള ചുവന്ന ഭവനം, വാതിലുകളും ജനലുകളും ഇല്ലാത്ത, എ ചിമ്മിനി ഓൺ ദ ടോപ്പ്, എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അങ്ങനെയുള്ള ഭവനം അങ്ങ് ഇവിടെ വീടാന്തരം കയറി ലെറ്റർ കൊടുക്കുന്നതിനിടയിൽ അങ്ങനെയുള്ള ഒരു ഭവനം അങ്ങ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അത് ഏതാണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ പോസ്റ്റ്മാൻ? The little boy, the mail carrier said, I have been to every house in the town, but I never seen a house like that before. ഞാൻ ഈ ടൗണിലുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. നീ പറഞ്ഞതുപോലുള്ള ഈ ഭവനം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള നീ പറഞ്ഞ ആ രീതിയിലുള്ള ഒരു ഭവനം കണ്ടെത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. Are you sure your mother is pulling your leg? നിനക്ക് ഉറപ്പാണോ നിന്റെ അമ്മ ഒരുപക്ഷെ നിന്നെ വിഡ്ഢിയാക്കുവാൻ വേണ്ടി ഇവിടേക്ക് പറഞ്ഞയച്ചതാണോ? വീട്ടിലെ കുരുത്തക്കേട് കാരണം നിന്നെ ഒരു കോമാളിയാക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണോ? കളിയാക്കുന്നതിന് വേണ്ടി? അവൻ പറഞ്ഞു, ഓ നോ. The little boy answered, no. അമ്മ ഒരിക്കലും അങ്ങനെ കള്ളത്തരങ്ങളൊന്നും എന്നെ പറഞ്ഞു വെച്ചില്ല. മൈ മദർ വുഡ്ന്റ് ടീസ് മീ. എന്നെ കളിയാക്കുന്നതിന് വേണ്ടി, എന്നെ പറ്റിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് പറഞ്ഞയച്ചതല്ല. ഒരിക്കലും അമ്മ എന്നെ പറ്റിക്കത്തില്ല. She said she found the same house when she was just my age. എൻ്റെ പ്രായത്തിൽ എൻ്റെ അമ്മ ഇതിനൊക്കെയുള്ള ഭവനം കണ്ടെത്തിയതാണ്. കാരണം എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ മുത്തശ്ശി അമ്മയെ ഇങ്ങനെ പറഞ്ഞയക്കുകയും അമ്മ കണ്ടെത്തിയതുമാണ്. സോ ഐ നോ ഇറ്റ്സ് റിയൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് ഇത് യാഥാർത്ഥ്യമാണ് എന്ന്. അങ്ങനെ ഒരു ഭവനമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ദി മെയിൽ കാരിയർ shook his head sorrowfully and sorry. അപ്പോൾ വളരെയധികം ദുഃഖത്തോടെ തലയാട്ടി, ഞാൻ ഇതുവരെയും ഇങ്ങനെയുള്ള ഭവനം കണ്ടെത്തിയിട്ടില്ല മകനെ. അവർ പറഞ്ഞു, സോറി, ഐ കാൻറ്റ് ഹെൽപ്പ് യു. ക്ഷമിക്കണം, എനിക്ക് താങ്കളെ സഹായിക്കുവാൻ സാധ്യമല്ല. ഐ കാൻറ്റ് ഹെൽപ്പ് യു മൈ ഫ്രണ്ട്. ഐ ഹാവ് ഗോട്ട് ടു ബി
getting on my way is a time to deliver the mail. ഓക്കെ, എനിക്ക് സമയമായി, ഈ ലെറ്ററുകളെല്ലാം കൊടുക്കുവാൻ സമയമായി. നീ പറഞ്ഞതുപോലുള്ള ഭവനം എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. സോറി, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദി മെയിൽ കാരിയർ അവിടെ നിന്നും യാത്രയായി. Waving goodbye, he drops off down the roads. ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവർ കടന്നുപോയി. The little boy tramped around the next corner and down the block. Every house had windows and doors. അപ്പോൾ എ ബ്ലോക്കിൽ നിന്നും അടുത്ത ബി ബ്ലോക്കിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. റെഡ് ഹൗസൊക്കെ കണ്ടെത്തി, പക്ഷെ അത് സ്ക്വയർ ആയിരുന്നു. അമ്മ പറഞ്ഞ പോലുള്ള ഭവനം കണ്ടെത്തുവാൻ കുഞ്ഞു കുട്ടിക്ക് സാധിച്ചില്ല. Some were red, some had chimneys, but not one of them was a little round red house with no windows, no doors, a chimney on the top, and a star in the middle. He stopped again. അവൻ ബി ബ്ലോക്കിൽ പോയി ഒരു റൗണ്ട് അടിച്ച് അമ്മ പറഞ്ഞ പോലുള്ള ഭവനം കണ്ടെത്തുവാൻ സാധിച്ചില്ല. അവൻ വീണ്ടും ഒരു സൈഡിൽ നിന്നു. Stopped again to think and looked up to see a police car crashing down the street. അവരങ്ങനെ വിശ്രമിച്ച് റോഡ് സൈഡിൽ നിന്നപ്പോഴാണ് ഒരു പോലീസ് വാൻ അതുവഴി വരുന്നത്. ഒരു പോലീസ് കാർ വന്നു. It pulled up alongside him. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് വന്നു ചവിട്ടി നിർത്തി. And the police officer poked her head out of the window. ആ വാഹനത്തിൽ നിന്നും ഡോർ വഴി തല പുറത്തേക്കിട്ട് പോലീസ് ഓഫീസർ കുട്ടിയോട് ചോദിച്ചു, ലിറ്റിൽ ബോയ്, ആർ യു ലോസ്റ്റ്? അല്ലയോ കുഞ്ഞുകുട്ടി, തനിക്ക് വഴിതെറ്റി വന്നതാണോ? നീ വഴിതെറ്റി നിൽക്കുകയാണോ? വീട്ടിലേക്ക് പോകാനുള്ള വഴി നിനക്കറിയില്ലേ? കുട്ടി പറഞ്ഞു, ഓ നോ. The little boy replied, ഏയ് ഇല്ല. I live at Ivy Rock Line, Bridgewater, New Jersey. ന്യൂജേഴ്സിയിലുള്ള ബ്രിഡ്ജ്വാട്ടറിലെ ഐവി റോക്ക് ലൈനിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് വഴിതെറ്റി വന്നതല്ല ഞാൻ. That's right, it's around the block. ആ ബ്ലോക്ക് ഈ ബ്ലോക്ക് റൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അപ്പുറം തന്നെയല്ലോ നിന്റെ വീട്. ദി പോലീസ് ഓഫീസർ സെഡ്, നോ യു ആർ നോട്ട് ലോസ്റ്റ്. അപ്പോൾ നീ വഴി തെറ്റി വന്നതല്ല, നിനക്ക് വഴിയൊന്നും തെറ്റിയിട്ടില്ല. ദി ലിറ്റിൽ ബോയ് ആസ്ക്ഡ്, നമ്മുടെ കുഞ്ഞുകുട്ടി ചോദിച്ചു, ഡു യു നോ വേർ എവരിവൺ ലിവ്സ് അറൗണ്ട് ഹിയർ? താങ്കൾക്കറിയാമോ ഈ ചുറ്റുപാടും ആരൊക്കെയാണ് താമസിക്കുന്നത് എന്ന്? I am looking for a special house. ഞാൻ ഒരു പ്രത്യേക വീട് അന്വേഷിച്ചിറങ്ങിയതാണ്. I asked the mail carrier. ഞാൻ നമ്മുടെ ഇവിടുത്തെ പോസ്റ്റ്മാൻ്റെ അടുത്ത് ചോദിച്ചു. But he did not know where it was. പക്ഷേ പാവം നമ്മുടെ പോസ്റ്റ്മാന് ഞാൻ അന്വേഷിച്ച് വന്ന ഭവനം എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങക്ക് അറിയാമായിരിക്കുമല്ലേ? The police officer said, the little boy, I know this neighborhood like the back of my hat. ഇവിടുത്തെ എല്ലാ വീടുകളും അയൽപക്കത്തുള്ള എല്ലാ വീടുകളും എനിക്ക് എൻ്റെ ഉള്ളം കയ്യിൽ രേഖ പോലെ വളരെയധികം ഹൃദയമാണ്, അറിയാവുന്നതാണ് എന്ന് പറഞ്ഞു. I drive up this street and down this street every day. ഈ വീടുകളിലെല്ലാം തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന റൗണ്ട് ചെയ്യുന്നതാണ്, പെട്രോളിംഗ് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വീടുകളും എനിക്ക് വളരെയധികം ഹൃദയമാണ്. മേക്കിംഗ് ഷുവർ തിങ്സ് ആർ സേഫ് അറൗണ്ട് ഹിയർ. കാരണം ഇവിടെയെല്ലാം സുരക്ഷിതമാണ് എന്നറിയുവാൻ വേണ്ടി എപ്പോഴും പെട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ നുക്ക് ആൻഡ് കോർണേഴ്സ്, മുക്കും മൂലയും എനിക്കറിയാം. What house do you want to find? ഏത് വീടാണ് നിനക്ക് കണ്ടെത്തേണ്ടത് കുട്ടി? പറഞ്ഞോളൂ, ഞാൻ കണ്ടെത്തി തരാം.
The little boy said, "My mother sent me to find a little round red house with no windows and no doors and a chimney on the top and a star in the middle." എങ്ങനെയുള്ളതാണ് ഒരു ചുവന്ന വൃത്താകൃതിയിലുള്ള കുഞ്ഞു ഭവനം. അതിൽ വാതിലുകളും ജനലുകളുമില്ല, എന്നാൽ മുകളിൽ ഒരു ചിമ്മിനിയുണ്ട്. അതിൻ്റെ ആ വീടിൻ്റെ മധ്യഭാഗത്തായി ഒരു സ്റ്റാറുമുണ്ട്. അങ്ങനെയുള്ള ഭവനം കണ്ടെത്തുവാനാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. The little boy, the officer said, "I have been past every house in this town, but I never seen a house like that before. Are you sure that what's your mother said?" ഞാൻ എല്ലാ ദിവസവും ഇവിടെ പെട്രോളിങ്ങിന് പോകുന്നതാണ്. ഓരോ വീടുകളും വളരെയധികം വ്യക്തമായി എനിക്കറിയാം. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലുള്ള, മോൻ പറഞ്ഞതുപോലുള്ള ഭവനം ഞാൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല, കണ്ടിട്ടേ ഇല്ലല്ലോ. നിന്റെ അമ്മ "Are you sure that's what your mother said?" നിന്റെ അമ്മ പറഞ്ഞത് എന്താണ് എന്ന് നിനക്ക് ഉറപ്പുള്ളതല്ലേ? ഇങ്ങനെയുള്ള ഭവനം കണ്ടെത്തുവാൻ തന്നെയാണോ നിന്റെ അമ്മ നിന്നെ പറഞ്ഞയച്ചത്? കഴിഞ്ഞ എത്രയും നാളുകളായി ഞാൻ ഇവിടെ പെട്രോളിംഗ് ചെയ്യുന്നു, പക്ഷേ താങ്കൾ പറഞ്ഞതുപോലുള്ള ഭവനം ഞാൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലല്ലോ. നിനക്ക് ഉറപ്പ് തന്നെയല്ലേ? നിന്റെ അമ്മ ഇങ്ങനെ തന്നെയാണോ നിന്നെ പറഞ്ഞു വിട്ടത്? അവൻ പറഞ്ഞു, "Oh yes," the little boy answered. അതെ, എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞു വിട്ടത്. She said she found the same house when she was just my age. എൻ്റെ അമ്മ എൻ്റെ പ്രായത്തിൽ ഇതേപോലുള്ള ഭവനം കണ്ടെത്തി. മുത്തശ്ശിയാണ് അമ്മയെ അന്ന് പറഞ്ഞു വിട്ടത്, പക്ഷേ അവസാനം എൻ്റെ അമ്മ കണ്ടെത്തി. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കണ്ടെത്തുവാൻ പറഞ്ഞു വിട്ടിരിക്കുന്നത്. I know it's real. ഇത് യാഥാർത്ഥ്യം തന്നെ, ഇത് റിയലാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. The police officer said, പോലീസ് ഓഫീസർ പറഞ്ഞു, "Sorry, I can help you, my baby." അല്ലയോ എൻ്റെ പൊന്നു കൂട്ടുകാരാ, എനിക്ക് നിന്നെ സഹായിക്കുവാൻ സാധിക്കത്തില്ല. I have got to be getting back to my street patrol. എനിക്ക് സ്ട്രീറ്റ് പെട്രോളിന് സമയമായി, ഞാൻ യാത്രയാവുകയാണ്. Waving goodbye, she drops off down the road. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് ഓഫീസറായ വനിത അവിടെ നിന്നും യാത്രയായി. അവൾക്ക് സ്ട്രീറ്റ് പെട്രോളിന് സമയമായി. അപ്പോൾ ഒരു സൈഡിലെ കോർണർ ടു കോർണർ സഞ്ചരിച്ചു. വീട് കണ്ടെത്തിയില്ല. ചുവന്ന ഭവനം കണ്ടെത്തി, പക്ഷേ റൗണ്ട് അല്ല, സ്ക്വയർ ആയിരുന്നു. ക്ഷീണിച്ചവശരായി വഴിവക്കത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുകുട്ടിയെ ആര് കാണുന്നു? മെയിൽ കാരിയർ കാണുന്നു, പോസ്റ്റ്മാൻ കാണുന്നു. പോസ്റ്റ്മാൻ്റെ അടുത്ത് ഈ ഭവനം, ഇങ്ങനെയുള്ള ഭവനം കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. പോസ്റ്റ്മാൻ പറഞ്ഞു, "ഇവിടെയുള്ള എല്ലാ വീടുകളും എനിക്ക് അറിവുള്ളതാണ്, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു." പക്ഷേ കുഞ്ഞുകുട്ടി പറഞ്ഞതുപോലുള്ള ഭവനം ആർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല? നമ്മുടെ മെയിൽ കാരിയറിന് കണ്ടെത്തുവാൻ സാധിച്ചില്ല. വളരെയധികം നിരാശയോടുകൂടി മെയിൽ കാരിയർ ക്ഷമാപണം നടത്തിക്കൊണ്ട് അവൻ്റെ ഡ്യൂട്ടിക്ക് പോയി. വീണ്ടും അടുത്ത ബ്ലോക്കിലോട്ടും കുട്ടി സഞ്ചരിച്ചു. പക്ഷേ അമ്മ പറഞ്ഞുള്ള ഭവനം കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അടുത്തതായി വന്നത് ആരായിരുന്നു? ഒരു പോലീസ് ഓഫീസറായിരുന്നു. പോലീസ് ഓഫീസർ അവിടെ ദിനം പ്രതി ആ ഭാഗമെല്ലാം വളരെയധികം സുരക്ഷിതമാണെന്ന് അറിയുന്നതിന് വേണ്ടി ദിനം പ്രതി അവിടെ പെട്രോളിംഗ് നടത്തുന്ന വ്യക്തിയാണ്. അവിടുത്തെ ചോദിച്ചു, "ഇങ്ങനെയുള്ള ഭവനം അന്വേഷിച്ചാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, അതൊന്ന് കണ്ടെത്തി തരുവാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഭവനം ഇതുവരയ്ക്കും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഓഫീസറായ ആ വനിത അവിടെ നിന്നും യാത്രയാവുകയാണ്. The little boy was getting discouraged. His mother said he couldn't even need to cross the street. അവൻ വളരെയധികം നിരാശപ്പെട്ടു. പക്ഷേ തൻ്റെ അമ്മ പറഞ്ഞത്, "നീ ഈ തെരുവ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോലും പോകണ്ട, നിനക്ക് തെരുവിന് ഇപ്പുറത്ത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞ ഭവനം കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണല്ലോ." But no matter how hard he looked, he could not find the house he was looking for. പക്ഷേ അവൻ വളരെയധികം ക്ഷീണിതനായി.
എല്ലാ ഭാഗവും അന്വേഷിച്ചു. അവന് കണ്ടെത്തുവാൻ സാധിച്ചോ അമ്മ പറഞ്ഞതുപോലുള്ള ഒരു ഭവനം? There was just one more house to check. That was Mr. Fetzer's house. ഇനി ഇവിടെ ഈ കോളനിയിൽ അല്ലെങ്കിൽ ഈ വില്ല പ്രോജക്റ്റിലുള്ള ഈ ഭാഗത്ത് ഈ ബ്ലോക്കുകളിൽ ABC ഈ ബ്ലോക്കുകളിൽ ഇനി ഒരു ഭവനം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫെറ്റ്സറുടെ വീടാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ബ്ലോക്ക്, ഈ ബ്ലോക്കിൻ്റെ അങ്ങ് അവസാനം താമസിക്കുന്ന ഫെറ്റ്സറുടെ വീട് കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ വീടും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണമായി പരാജിതരായി മടങ്ങാം. മിസ്റ്റർ ഫെറ്റ്സർ had lived in the neighborhood longer than anyone. ഈ മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ താമസിക്കുന്ന മറ്റു അയൽക്കാരിൽ നിന്നും വിഭിന്നനാണ്. ഏറ്റവും കൂടുതൽ കാലം ഈ സ്ഥലത്ത് താമസിച്ചിട്ടുള്ള ഒരു വൃദ്ധനായ വ്യക്തിയാണ്. ബാക്കിയുള്ളവരെല്ലാം പിന്നീട് വന്നു ചേർന്നവരാണ്. ഏറ്റവും പഴക്കം ചെന്ന വ്യക്തിയാണ് ആര്? ഫെറ്റ്സർ. Years and years ago there were many farms in the Bridgewater. വർഷങ്ങൾക്ക് മുമ്പ്, ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്രിഡ്ജ് വാട്ടർ എന്ന് പറയുന്ന ഈ സ്ഥലം മൊത്തം പാടശേഖരമായിരുന്നു. But one by one the land has been sold and the house were built where there had once been field of Jersey, tomato and white corn. പണ്ട് കാലത്ത് വളരെയധികം മനോഹരമായ ഫ്രൂട്ടിയായ വളരെയധികം ജ്യൂസിയായ ടൊമാറ്റോയും തക്കാളിയും മറ്റു പഴവർഗ്ഗങ്ങളെല്ലാം പൂത്ത് ഉലഞ്ഞു നിന്ന പാടങ്ങളായിരുന്നു ഇവിടെ. ഇപ്പോൾ ആൾക്കാരെല്ലാം പാടശേഖരങ്ങളെല്ലാം വിറ്റു. ആ വിറ്റ പാടശേഖരങ്ങളുടെ ഭാഗത്തെല്ലാം വലിയ വലിയ ഭവനങ്ങൾ വന്നു, വീടുകൾ വന്നിരിക്കുന്നു. Mr. Fetzer's farm was the last one left in the neighborhood. ഇപ്പോൾ ഫെറ്റ്സറിന്റെ കുറച്ച് പാടശേഖരങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ വീടുകളാണ്. He ran a small farm stand and sold fresh fruits and vegetables he grew in his garden and orchards. തൻ്റെ തോട്ടത്തിലേക്ക് തൻ്റെ തോട്ടത്തിൽ വെജിറ്റബിൾ ഗാർഡനിലും എല്ലാം അവിടെ കുറച്ച് ഫാമുണ്ട്. ആ ഫാമിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം സ്വന്തമായി കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് ആര്? ഫെറ്റ്സർ. അപ്പോൾ ഇനി ആരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ? ഫെറ്റ്സറുടെ അടുത്തേക്ക് പോകേണ്ടത് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ള എല്ലാ വീടുകളും അന്വേഷിച്ചു. ആ വീടുകളൊന്നും തന്നെ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് അല്ല. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡോർസ്. ചിമ്മിനികളൊക്കെ ഉണ്ട്, പക്ഷേ ഡോറുകളുണ്ട്. റൗണ്ട് ഹൗസ് അല്ല, എല്ലാം സ്ക്വയർ ഹൗസുകളാണ്. അമ്മ പറഞ്ഞതുപോലുള്ള ഭവനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇനി ഒരു ആളുടെ ഭവനം മാത്രമേ ബാക്കിയുള്ളൂ. അത് ഫെറ്റ്സറാണ് ഈ പ്രദേശത്ത് ഏറ്റവും പഴക്കം ചെന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം അവിടെ താമസ വ്യക്തി ഫെറ്റ്സറാണ്. പണ്ട് ഈ ന്യൂ ജെർസി എന്ന് പറയുന്ന സ്ഥലം മൊത്തം ഫാമായിരുന്നു. അവിടെയെല്ലാം തന്നെ പാടശേഖരങ്ങളായിരുന്നു. ആ പാടശേഖരങ്ങളെല്ലാം ആൾക്കാർ തൊണ്ടുണ്ടായി വിറ്റ് അവിടെയെല്ലാം കെട്ടിടങ്ങളായി മാറി. ഇപ്പോൾ അവിടെയുള്ളത് നമ്മുടെ ഫെറ്റ്സറുടെ കുഞ്ഞ് പാടശേഖരമാണ്. അവിടെ ഫെറ്റ്സർ എന്ത് ചെയ്യുന്നു? ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം കൃഷി ചെയ്ത് അതിൽ നിന്നും ഉപജീവനം നടത്തിക്കൊണ്ടാണ് ഫെറ്റ്സർ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് അവൻ്റെ ആ തോട്ടത്തിൽ നിന്നും അവൻ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഗ്രൂ ചെയ്യുന്നു. അതെല്ലാം പാക്ക് ചെയ്ത് വിറ്റാണ് അവൻ ജീവിക്കുന്നത്. ലാസ്റ്റ് ഒരു വീട് മാത്രം ബാക്കിയുള്ളത് ഫെറ്റ്സറുടെ വീടാണ്. ഫെറ്റ്സറുടെ വീട് കൂടി ഒന്ന് പരിശോധിച്ചിട്ട് ഈ ഗെയിം അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഫെറ്റ്സർ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ഏറ്റവും ആ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന
ഏറ്റവും പഴക്കം ചെന്ന് താമസിക്കുന്ന വ്യക്തിയാണ്. പണ്ട് കാലത്ത് അവിടെ എല്ലാം ഫാമായിരുന്നു. ഇപ്പോൾ ആ പാടശേഖരമെല്ലാം ഓരോരുത്തർ വിറ്റ് അവിടെയെല്ലാം വീടുകളായി. ഇപ്പോൾ ഫെഡ്സറുടെ കുറച്ച് പാടശേഖരം മാത്രമാണുള്ളത്. അവിടെ ഫെഡ്സർ തക്കാളിയും മറ്റ് വൈറ്റ് കോണും എല്ലാം വിളയിച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഫ്രൂട്ട്സും എല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്നു. നോക്കാം. If anyone knows where the house is, should the little boy reach and so up he dredged to Mr. Fassett's barn and peered inside. അപ്പോൾ ആർക്കെങ്കിലും ഇനി ഇവിടെ ഇങ്ങനെയുള്ളൊരു വീട് അറിയണമെന്ന് ഉണ്ട് എങ്കിൽ അത് ആർക്ക് മാത്രമേ അറിയാവൂ? ഫെഡ്സറിന് മാത്രമേ അറിയാവൂ. അങ്ങനെ ഫെഡ്സറിൻ്റെ ധാന്യപ്പുരയെ ലക്ഷ്യമാക്കി, ബാൻ എന്ന് വെച്ചാൽ ധാന്യപ്പുരയാണ്. ധാന്യപ്പുരയിലേക്ക് അവൻ എന്ത് ചെയ്തു? ഒളിഞ്ഞു നോക്കുകയാണ്. അവൻ കണ്ണുകൾ ഒട്ടിച്ചു. അവിടെ ഫെഡ്സർ ഉണ്ടായിരുന്നു. There was the farmer picking up apples into box. അവിടെ ആപ്പിളുകളെല്ലാം എന്ത് ചെയ്യുന്നു? ബോക്സിലേക്ക്, അവൻ്റെ തോട്ടത്തിൽ നിന്ന് ആപ്പിളെല്ലാം പറിച്ച് അതെല്ലാം ബോക്സിലാക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഫെഡ്സർ. He looked up. Why, hello there, young fella. അപ്പോൾ ഫെഡ്സർ കുഞ്ഞുകുട്ടിയെ കണ്ടപ്പോൾ നോക്കി, വായ്, എന്താണ് വന്നത്? ഇവിടേക്ക് എന്താ ഇവിടേക്ക് വരാനുള്ള കാരണം? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മൈ ലിറ്റിൽ ചൈൽഡ്? അല്ലയോ എൻ്റെ കുഞ്ഞുകുട്ടി, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കം ഫോർ എ ടേസ്റ്റ് ഓഫ് മൈ ആപ്പിൾ സിഡർ. എൻ്റെ ആപ്പിൾ സിഡറിൻ്റെ ആപ്പിളിൽ നിന്നും ആപ്പിൾ സിഡർ ഉണ്ടാക്കാം. ആപ്പിൾ സിഡറിനൊരു ബിറ്റർ ടേസ്റ്റാണുള്ളത്. ആപ്പിൾ സിഡർ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇവിടെ. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് വെരി ഹെൽത്തി ആൾസോ. അപ്പോൾ ആപ്പിൾ സിഡറിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം. അങ്ങനെ ആപ്പിൾ സിഡർ കഴിക്കാൻ കൊടുക്കുകയാണ്. ഹി poured a cup and handed to the little boy. The little boy drank it down gratefully. അങ്ങനെ ഒരു കപ്പ് ആപ്പിൾ സിഡർ കൊടുത്തു. ആപ്പിൾ സിഡർ വളരെയധികം നന്ദിയോടെ നമ്മുടെ കുഞ്ഞുകുട്ടി കുടിച്ചു. ഹണ്ടിങ് ഫോർ ദി ഹൗസ് വാസ് ടേസ്റ്റി വോഡ്ക. അപ്പോൾ ഈ വീട് അന്വേഷിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം നടന്ന് നമ്മുടെ കുഞ്ഞുകുട്ടി വളരെയധികം ദാഹിച്ച് വലഞ്ഞാണ് വന്നത്. അപ്പോൾ ആപ്പിൾ സിഡർ കിട്ടിയത്, ആപ്പിൾ ജ്യൂസ് കിട്ടിയത് വളരെയധികം അവൻ്റെ ദാഹത്തിനൊരു ശമനമുണ്ടായി. ദി സിഡർ ടേസ്റ്റ് സ്വീറ്റ് ആൻഡ് ടാറ്റ്. അത് ആപ്പിൾ സിഡറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരവും ഒരു പുളിപ്പും കൂടെ ചേർന്ന ടേസ്റ്റാണ്. അറ്റ് ഓൾ ദി സെയിം ടൈം. രണ്ടും ഒരു കയ്പല്ല, മധുരവും പുളിപ്പും കൂടെ ചേർന്നുള്ള ഒരു ടേസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. താങ്ക്സ് ഫോർ ദി സിഡർ, ദി ലിറ്റിൽ ബോയ് സെഡ്. മിസ്റ്റർ ഫെഡ്സർ, ക്യാൻ യു ഹെൽപ്പ് മീ? താങ്കൾ തന്ന ആപ്പിൾ സിഡറിന് വളരെയധികം നന്ദിയുണ്ട്. താങ്കൾ എന്നെ ഒന്ന് സഹായിക്കുമോ മിസ്റ്റർ ഫെഡ്സർ? I am looking for a house. It is little round red house with no windows, no doors, a chimney on the top and a star in the middle. My mother says you have lived here longer than anybody. ഞാൻ അന്വേഷിച്ച് വന്ന വീട് ഇങ്ങനെയുള്ള വീടാണ്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏറ്റവും മറ്റുള്ളവരെക്കാട്ടിയും ഏറ്റവും കൂടുതൽ കാലം താമസിച്ചിട്ടുള്ളത് അങ്ങാണ്. അപ്പോൾ അങ്ങക്ക് തീർച്ചയായും അറിയാൻ പറ്റുമായിരിക്കും ഈ വീടിനെക്കുറിച്ച്. ആൻഡ് ഷീ ഫൗണ്ട് ദി ഹൗസ് വെൻ ഷീ വാസ് മൈ ഏജ്. അപ്പോൾ അമ്മ പറഞ്ഞ ഈ ഭവനം അമ്മ കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെ പ്രായത്തിൽ. സോ ഐ തോട്ട് യു മൈറ്റ് നോ വെയർ ഇറ്റ് ഈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് താങ്കൾക്ക് തീർച്ചയായും അറിയാമായിരിക്കും ഈ വീടിനെക്കുറിച്ച്. മിസ്റ്റർ ഫെഡ്സർ സ്മൈൽഡ്. ഇത് കേട്ട മിസ്റ്റർ ഫെഡ്സർ ഒന്ന് പുഞ്ചിരിച്ചു. Seems to me I remember your mother when she was just a little girl. അതെ, ഞാൻ ഓർക്കുന്നു നിൻ്റെ അമ്മ കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഇതേ ചോദ്യവുമായി എൻ്റെ അടുത്ത് വന്നതാ. Seems to me she came to find me on a day just like today. ഇന്നത്തെ ദിവസം പോലെ അന്ന് ഒരു ദിവസം നിൻ്റെ അമ്മ ഇവിടേക്ക് വന്നു.
seems to me that she was looking for a house too, just like what you have described. അതെ, നീ ഇപ്പോൾ വിവരിച്ചതുപോലുള്ളൊരു ഭവനം അന്വേഷിച്ച നിന്റെ പ്രായത്തിൽ നിന്റെ അമ്മ വന്നിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നു അത്. Just like that one you described, and seems to me I knew just where to send her. എനിക്കറിയാം അന്ന് ഞാൻ അവളെ നിൻ്റെ അമ്മയെ എവിടേക്കാണ് പറഞ്ഞയച്ചത് എന്ന്. ദി ഫാർമർ വാക്ക്ഡ് ഔട്ട്സൈഡ്. ഫെഡ്സർ അവൻ്റെ ധാന്യപ്പുരയിൽ നിന്നും പുറത്തേക്ക് വന്നു. ആൻഡ് പോയിൻറ്റഡ് ടു ദി ഓർച്ചാർഡ്. അവിടുത്തെ തോട്ടത്തിലേക്ക്, ആ തോട്ടം അവിടത്തേക്ക് ഓർച്ചാർഡ് തോട്ടത്തിലേക്ക് പോയിൻ്റ് ചെയ്തു. അപ്പോൾ ദി ഹിൽ, ആ കുന്നിൻ മുകളിലുള്ള അവൻ്റെ തോട്ടത്തിലേക്ക് എന്ത് ചെയ്തു, പോയിൻ്റ് ചെയ്തിട്ട് പറഞ്ഞു, സീ ദോസ് ട്രീസ്, നീ കാണുന്നുണ്ടോ ആ മരങ്ങളെ? റൺ അപ്പ് ദെയർ, അവിടേക്ക് നീ ഓടിച്ചെല്ലു. ആൻഡ് ടേക്ക് എ ലുക്ക് അറൗണ്ട്, ചുറ്റും നോക്കൂ. ആൻഡ് ഐ തിങ്ക് യു വിൽ ഫൈൻഡ് വാട്ട് യു ആർ ലുക്കിംഗ് ഫോർ. നീ ആ കുന്നിൻ മുകളിലുള്ള ആ തോട്ടത്തിലേക്ക് ചെല്ലു. അവിടെ ധാരാളം വൃക്ഷങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അവിടേക്ക് ചെന്ന് നീ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ നീ അന്വേഷിക്കുന്ന ആ ഭവനം നിനക്ക് കണ്ടെത്തുവാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെല്ലു കുട്ടി എന്ന് പറഞ്ഞു. ദി ലിറ്റിൽ ബോയ് ran across the field and up the hill. അങ്ങനെ പാടശേഖരം കഴിഞ്ഞു ആ കുന്നിൻ മുകളിലേക്ക് ഓടിയെത്തി നമ്മുടെ കുട്ടി. He stood under one of the apple trees and looked around. അവിടെയുള്ള ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ചുറ്റും നോക്കി. ആപ്പിൾ മരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ചുറ്റും നോക്കി. സ്റ്റുഡ് അണ്ടർ ആൻ ആപ്പിൾ ട്രീ ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ഒരു ആപ്പിൾ ട്രീയുടെ താഴെ നിന്നുകൊണ്ട് ചുറ്റുപാടും, ആ കുന്നിന് ചുറ്റുപാടും അവനൊന്ന് നോക്കി. ഈ സമയത്ത് ദി വിൻഡ് വാസ് ബ്ലോയിങ്, കാറ്റടിക്കുന്നുണ്ടായിരുന്നു. വിൻഡ് വാസ് ബ്ലോയിങ് എ ഡാൻസിങ് ബ്രീസ് ആൻഡ് ഇറ്റ് ബ്ലൂ എ റെഡ് ആപ്പിൾ റൈറ്റ് ഓഫ് ദി ട്രീ. അങ്ങനെ കാറ്റടിച്ച് ആപ്പിൾ മരത്തിൽ നിന്നും ഒരു മനോഹരമായ ചുവന്ന ആപ്പിൾ അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് വന്ന് വീണു. താങ്ക് ദി ആപ്പിൾ ലാൻഡഡ് ഓൺ ഹിസ് ഫീറ്റ്. അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് ആ കാറ്റടിച്ച് ആപ്പിൾ വന്ന് വീണു. പിക്കിംഗ് ഇറ്റ് അപ്പ്, ആ കുഞ്ഞുകുട്ടി തൻ്റെ കാൽച്ചുവട്ടിൽ വീണ ആപ്പിൾ എന്ത് ചെയ്തു, എടുത്തു. ദി ലിറ്റിൽ ബോയ് ടുക്ക് എ ക്ലോസർ ലുക്ക്. ആ ആപ്പിൾ എടുത്തിട്ട് അവനൊന്ന് സൂക്ഷിച്ച് നോക്കി. എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ്. യെസ്, അതെ, ചുവന്ന വൃത്താകൃതിയിലുള്ള ഭവനം. നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്. വിൻഡോയും ജനലുകളുമില്ല, വാതിലുകളുമില്ല. He said, turning it and looking at its shiny round red surface. അതിൻ്റെ മനോഹരമായ തിളങ്ങുന്ന ചുവന്ന പ്രതലത്തിലൂടെ അവൻ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ചുവന്ന വൃത്താകൃതിയിലുള്ള വാതിലുകളും ജനലുകളും ഇല്ലാത്ത മനോഹരമായ ഭവനം. എ ചിമ്മിനി ഓൺ ദ ടോപ്പ്. അതിന് ഞെട്ടാണ്, ഇതിൻ്റെ നമ്മുടെ ആപ്പിളിൻ്റെ ഞെട്ടാണ്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ചിമ്മിനി ഓൺ ദ ടോപ്പ്. അതെ, ഒരു ചിമ്മിനിയുമുണ്ട്. ഹി സെഡ്, ടച്ചിങ് ദ സ്റ്റം. അതിൻ്റെ ഞെട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു, അതെ, ചിമ്മിനിയുമുണ്ട്. എ സ്റ്റാർ ഇൻ ദ മിഡിൽ. പക്ഷേ മധ്യഭാഗത്തായി നക്ഷത്രങ്ങളെ കാണുന്നില്ലല്ലോ. He put the apple in his raincoat pocket and ran all the way home. അവനെന്ത് ചെയ്തു, അവിടെ നിന്നും ആ ആപ്പിൾ എടുത്ത് തൻ്റെ റെയിൻകോട്ടിലെ പോക്കറ്റിൽ നേരെ വീട്ടിലേക്ക് ഓടി. ആൻഡ് ഹി cried, "Mom, Mom." വീട്ടിലേക്ക് എത്തി അമ്മയെ ഉറക്കെ നിലവിളിച്ചു, അമ്മ, അമ്മ, I think I found it. ഞാൻ വിചാരിക്കുന്നു അമ്മ പറഞ്ഞ പോലുള്ള ആ മനോഹരമായ ഭവനം ഞാൻ കണ്ടെത്തി എന്നാണ്. ഹിസ് മദർ സ്മൈൽഡ്. അവൻ്റെ അമ്മ പുഞ്ചിരിച്ചു. When he took the apple out of his pocket and handed it to her,
അങ്ങനെ അവൻ അവൻ്റെ റെയിൻ കോട്ടിൽ നിന്നും ആപ്പിളെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പറഞ്ഞു, ഐ തിങ്ക് യു ഡിഡ് ഇറ്റ്. ഐ തിങ്ക് യു ഡിഡ് ടു. ഞാൻ വിചാരിക്കും നീയും. അങ്ങനെ അവസാനം ആ മനോഹരമായ ചുവന്ന വാതിലുകളില്ലാത്ത ചിമ്മിനി കൊണ്ട് ടോപ്പിലുള്ള സ്റ്റാറിൻ്റെ മിഡിലുള്ള ഭവനം കണ്ടെത്തി എന്നാണ്. She said, a little round red house with no windows and no doors, a chimney on the top. But where is a star? Okay, റെഡ് ഹൗസാണ്, വാതിലുകളും ജനലുകളുമില്ല, ചിമ്മിനി ഓൺ ദ ടോപ്പ്, സ്റ്റെം ചിമ്മിനിയും ഉണ്ട്. പക്ഷേ വെർ ഇസ് എ സ്റ്റാർ മാം? അമ്മ, സ്റ്റാർ എവിടെയാ? She picked a sharp knife from the table, placing the apple on its side on the plate. She cut it in half, right through its middle, and there is a center. There was a star. അവൾ എന്ത് ചെയ്തു? മേശപ്പുറത്തിരുന്ന കത്തിയെടുത്തു, പ്ലേറ്റിൽ വെച്ചു, ആപ്പിൾ പ്ലേറ്റിൽ വെച്ചു, അതിൻ്റെ മധ്യഭാഗത്തുകൂടി കട്ട് ചെയ്തു. മധ്യഭാഗത്തിലൂടെ കട്ട് ചെയ്തപ്പോൾ ആപ്പിൾ രണ്ടായി. അതിൻ്റെ ആപ്പിളിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് കുറച്ച് ഒരു സ്റ്റാറിൻ്റെ ആകൃതിയിൽ വിത്തുകളിരിക്കുന്നു. യെസ്, ദർ ഈസ് എ സ്റ്റാർ. ഓ, ഹൗ വണ്ടർഫുൾ. There inside the apple lay a star holding 5 brown seeds. 5 ബ്രൗൺ നിറത്തിലുള്ള സീഡുകളോട് കൂടിയ നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ ഏതിരിക്കുകയാണ്? ആപ്പിൾ ഇരിക്കുകയാണ്. യെസ്, എ സ്റ്റാർ ഇൻ ദ മിഡിൽ. Oh, how wonderful. There inside this apple lay a star holding 5 brown seeds. It's too wonderful to eat without looking at the star, isn't it? The little boy said to his mother. It is too wonderful to eat without looking at the star. ഈ സ്റ്റാറിനെ നോക്കാതെ ഇത് കഴിക്കുന്നത് അത്ര മനോഹരമല്ല അല്ലേ അമ്മ? അങ്ങനെയല്ലേ? നമ്മൾ ഈ സ്റ്റാർ കാണാതെ എത്ര മനോഹരമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മനോഹരമായ നക്ഷത്രത്തെ കാണുവാൻ. യെസ്, indeed, answered his mother. അതെ, തീർച്ചയായും മൈ സൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രസകരമായ ലിറ്റിൽ റെഡ് ഹൗസ് എന്ന് പറയുന്ന മനോഹരമായ സ്റ്റോറി അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആർക്കും ഒരു സംശയവും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിയർ അപ്പ് ഇൻ വാട്സപ്പ്. ഓക്കെ.